ഒരു കാലത്ത് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു അനുരാഗ് ഗാനം പോലെ. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരിക്കൽ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ പരമ്പര മാത്രം മതിയായിരുന്നു കണ്ടു തീർക്കാൻ. എന്നാൽ പിന്നീട് നിരവധി സീരിയലുകൾ വന്നപ്പോൾ പതിയെ ഇതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞുപോയോ എന്ന് പോലും സംശയിക്കേണ്ടിയിരുന്നു. എന്നാൽ പല താരങ്ങളും വന്ന് ഇത് ഉയർത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് അവസാനിക്കുകയാണ്. കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന അനുരാഗ് ഗാനം പോലെയുടെ വൈൻഡപ്പ് പാർട്ടിയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പാർട്ടി, എല്ലാവർക്കും ഒരു ഫെയർവെൽ പാർട്ടി തന്നിരിക്കുകയാണ് ഈ സീരിയൽ. അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇതിലെ എല്ലാവരും എന്ന് പറയാം. മലയാളികളുടെ പ്രിയപ്പെട്ട ടെലിവിഷൻ ചാനൽ തന്നെയാണ് കേരളം. മറ്റൊരു പുതുപുത്തൻ സീരിയലുമായി പ്രേക്ഷകരിലേക്ക് തന്നെയാണ് എത്തുന്നത്. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ കവിതാ നായർക്കൊപ്പം നവാഗതനായ പ്രിൻസ് മുഖ്യവേഷത്തിലെത്തുന്ന അനുരാഗ് ഗാനം പോലെ ഏപ്രിൽ 17, 2023 തുടങ്ങിയ സീരിയലാണ്. രാത്രി 9 മണി മുതൽ സീരിയൽ എല്ലാ പ്രേക്ഷകരുടെ മുന്നിലേക്കും എത്തുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വർഷത്തിനു ശേഷം ഈ സീരിയൽ ഇവിടെ നിൽക്കുകയാണ്. 45 വയസ്സുള്ള അമിതവണ്ണക്കാരൻ ഗിരിയായി പ്രിൻസ് എത്തുമ്പോൾ 35-കാരിയെ സുമിയായി കഥാപാത്രമായിട്ടായിരുന്നു കവിത എത്തിയിരുന്നത്. കുടുംബത്തിനായി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചിട്ടും അവരിൽ നിന്ന് അവഗണന മാത്രം മറുപടിയായി ലഭിക്കുന്ന ഗിരിയുടെയും സുമിയുടെയും കഥയാണ് അനുരാഗ് ഗാനം പോലെ എന്ന് പറഞ്ഞത്. അവസാനം ഇപ്പോൾ നിർത്തുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ തന്നെ കഥയുടെ പശ്ചാത്തലമൊക്കെ തന്നെ ഏറ്റെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. പുറമേ സന്തോഷത്തിലും ശുഭാപ്തി വിശ്വാസത്തിലുമാണെങ്കിലും ഇരുവരും തങ്ങളുടെ ലോകങ്ങളിൽ ഏകാന്തത അനുഭവിക്കുന്നവരാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിത രീതികളിലൂടെ തന്നെ പ്രേക്ഷകരും കടന്നു പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെ കഥാപാത്രം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു വരികയാണ്. അതിനിടയിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ തന്നെ നടന്നത്. ധനികനായ ബിസിനസ്മാൻ ഗിരി ഹൈ ക്ലാസ് ജീവിതം ഇഷ്ടപ്പെട്ടു വരുമ്പോൾ സുമിയുടെ താല്പര്യങ്ങൾ തൻ്റെ മിഡിൽ ക്ലാസ് ജീവിതത്തിൽ ഒതുങ്ങിപ്പോകുന്നു. ജീവിതത്തിൽ ഒട്ടേറെ സാദൃശ്യങ്ങളുണ്ടെങ്കിലും ഇവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴെല്ലാം വിധി അവരെ ശത്രുക്കളാക്കി മാറ്റുകയാണ്. ഇവർ തങ്ങളുടെ പിണക്കങ്ങൾ മറന്ന ജീവിതത്തിൽ ഒന്നാകുന്നതാണ് അനുരാഗ് ഗാനം പോലെയുള്ള ഇതിവൃത്തം. ടെലിവിഷൻ എന്ന നല്ല സീരിയലുകളെയും ഷോകളെയും കഴിയാൻ ഭാഗ്യമായി ഞാൻ കാണുന്നു. കുറച്ച് വർഷങ്ങളായി എന്നെ തേടി എത്തിയ കഥകളിൽ ഏറ്റവും യുക്തിയുള്ളതായി തോന്നിയത് അനുരാഗ് ഗാനം പോലെ എന്ന സീരിയലാണ്. ഈ സീരിയൽ കാണുന്ന ഏതൊരു പ്രായത്തിലുള്ള പ്രേക്ഷകനും ഈ സീരിയലിൻ്റെയോ എൻ്റെ കഥാപാത്രത്തിൻ്റെയോ സുമിയുടെയോ യുക്തിയെ ചോദ്യം ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാണ്. ഇങ്ങനെയാണ് ഈ സീരിയലിനെ കുറിച്ച് കവിത ആദ്യമായി എഴുതിയ പോസ്റ്റ്. പിന്നീട് നിരവധി പോസ്റ്റുകൾ കവിത പങ്കുവച്ചു. അതിലൂടെ തന്നെ ഈ സീരിയൽ അത്രമാത്രം കവിതയ്ക്ക് പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും ഈ സീരിയൽ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പ്രിയ മേനോൻ, നീത, ജസീല പർവീൻ എന്നിവരാണ് സീരിയലിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അനുരാഗ് ഗാനം പോലെ ഏപ്രിൽ 17 മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് കേരളത്തിൽ സംപ്രേഷണം ചെയ്ത് തുടങ്ങിയതാണ്. ഹിറ്റായി തന്നെ ഇത് മാറി എന്ന് പറയാം. പ്രായമൊട്ടെ കടന്നുപോയിട്ട് ശേഷവും പ്രണയം മുട്ടിടുന്ന രണ്ടുപേരുടെ കഥ പറയുന്ന സീരിയൽ സംവിധാനം ചെയ്ത മലയാളത്തിലെ പ്രിയ സംവിധായകൻ KK രാജീവാണ്. അതുകൊണ്ട് തന്നെ ഈ സീരിയലിനൊരു പ്രത്യേക സ്നേഹം പ്രേക്ഷകർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അവസാനിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നുവെന്നും കുറച്ചുകൂടി നീളേണ്ടതായിരുന്നു എന്നും 1 വർഷം കൂടി നീളാനുള്ള കഥയുണ്ടായിരുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്നാൽ ഇതിന് നീട്ടിക്കൊണ്ടുപോയാൽ പ്രേക്ഷകർക്ക് തന്നെ ബോറടിക്കുമെന്നും അടുത്ത പുതിയ സീരിയലിലൂടെ വരാമെന്നും വാക്ക് നൽകിയാണ് താരങ്ങളും സെറ്റും മടങ്ങുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.